ഈ സമൂഹത്തോട് വിളിച്ചു പറയാൻ ഞങ്ങൾക്ക് ഒന്നേ ഉള്ളൂ. വെള്ള പുതച്ചവർക്കുള്ളിലും ഓടിയിരുന്നത് ചുവന്ന രക്തമാണെന്ന് മാത്രം. ഈ പെട്ടിയിൽ എന്റെ അച്ഛൻ നല്ല കൊണ്ടുവന്നതാ. ഇത് ഓരോ ദിവസത്തേക്ക് തരുമോ? ഇത് അനിയത്തി കാണിച്ചു കൊടുത്തരാ. തരൂല. നാളെ തന്നെ കൊണ്ടുവരാം. പ്ലീസ് നാളെ രാവിലെ. നിർത്തേ. അമ്മക്കൊരു കളി കളിക്കാം. എന്ത് കളി? രക്ഷ കളിക്കാം. അതിന് ജയിക്കുന്നവർക്ക് ഇത് സമ്മാനമായിട്ട് കൊടുക്കാം. ഇതെടുത്ത് കഴിഞ്ഞാൽ കള്ളകളിയാണ്. സമയം
തൊടാൻ പറ്റുള്ളൂ. ഇതെടുക്കരുതേ, കഥകളിയാണേ. 1 2 3 4 5 6 7 8 അയ്യോ അത് തീരുമാനം നോട്ട് ചെയ്ത് കൊണ്ടുവരണം. പരിസര പ്രദേശങ്ങളുടെയും കഥമറിയുന്ന അമ്മായി വലിയ കോടിയുടെയും അത്തരത്തിലുള്ള തൊഴിലാളി വർഗത്തിന്റെയും കഥമറിയുന്ന അനാദി നാളെ മുതൽ ജാമ്യാപിയുടെ ബാലകൃഷ്ണ ടാക്കീസിൽ പ്രദർശനം ആരംഭിച്ചിരിക്കുന്നു. അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന മലയാളത്തിന്റെ രാവിലെ മുതൽ തൊള്ള പിടിച്ചിട്ട് വരാൻ തുടങ്ങിയിട്ട് നമുക്കൊരു മടുപ്പ് ചെയ്യുന്ന ഞങ്ങളാണ്ട് ഉണ്ടാക്കിക്കോളിയാട്ടാ. അതല്ല പറഞ്ഞത്. അല്ല നിങ്ങൾ ഉണ്ടാക്കിക്കോളി. എന്താണ് എന്റെ ഒരു നാറ്റം? എന്റെ പൊന്നാരേട്ടോ ഇന്നലത്തെ തേറ്റിയതാണ്. നിങ്ങൾ വിചാരിച്ച മാതിരിയല്ല, പൈസക്ക് ചെലവുള്ള സാധന. ഇത്രയൊക്കെ തേട്ടാൻ മാത്രം കഴിക്കണ്ടീനാ? നിങ്ങൾക്ക് ഇന്നിപ്പോ വേണോ? എടാ ഇവിടെ എവിടെ ഒരു കള്ളു ഷാപ്പ് ചെയ്യണോ? നമ്മളെ കൃഷ്ണേട്ടന്റെ കള്ളു ഷാപ്പ് കഴിഞ്ഞത്തെ ആ ഉപയോഗിക്കാലോ. അങ്ങനെ നല്ല കാര്യം പറയാം. അതാവുമ്പോ എന്തുണ്ട്, ഈ നാട്ടിലെ പ്രമുഖര് മുഴുവൻ അവിടെ ഉണ്ടാവും. പണ്ഡിതനും പാമരനും ധനികനും ദരിദ്രനും യാചകനും സമ്പന്നനും ഒക്കെ അവിടെ ഉണ്ടാവും. പോവുക. അങ്ങനെ നല്ല കാര്യം പറയും. ഞാൻ ഈ പൈതലിനൊന്ന് പിരിച്ചു വിട്ടാട്ടെ. കുട്ടിക്ക് ഇത് മതി. നാളെ മുതൽ പ്രദർശനം ആരംഭിച്ചിരിക്കുന്നു. മലയാള സിനിമയിലെ ഇതിഹാസ താരം അഭിനയിച്ച വയസ്സായി പോയി പ്രായപൂർത്തിയായിട്ട് വാടോ, പത്തെല്ലാം കഴിച്ചിട്ട് വാടോ. കൊടുത്തുവിടെ അത്ര ഉണ്ടാവുള്ളൂ. പ്രദർശനം ആരംഭിക്കുന്നു.
ജയന്റെ പുതിയ സിനിമ ഇറങ്ങിനി അങ്ങാടി. അതാണ് പോലും വിളിച്ചറിയാണ്ട് പോയത്. മോനെ അതന്നെ ഞാനേ ഓനെ വായ്ത്തല പാഞ്ഞോണ്ട് കിട്ടിയതാ. അപ്പൊ ജയന്റെ നല്ല സ്റ്റണ്ട് ഉണ്ടാവൂലേ? സ്റ്റണ്ട് ഉണ്ടാവാന്നോ മോനെ? ഒരു 10 ആളൊക്കെ വന്നാലേ ജയൻ ഒറ്റയ്ക്ക് മതി. അല്ല ചെങ്ങയ്യേ, ഇതില് സീമ ടൗസർ എടുത്തിട്ടാണല്ലോ. എടാ അപ്പൊ നല്ല രസണ്ടാവും. അല്ലടോ, ഈ ജയനും സീമ കല്യാണം കഴിക്കാൻ വേണ്ടി പോവായിരുന്നു. ഓ അന്നോട് ആരെ പറഞ്ഞു വേണ്ടാത്ത കാര്യം? ചെങ്ങയ്യ പരമാറിന്റെ പെണ്ണെന്ന് പറഞ്ഞല്ലേ? ഓ ചെങ്ങായി അയാള് മഹാപിടല. അല്ലെങ്കിൽ തന്നെ ഈ പരമേട്ടന്റെ മോളാ സീമ. അതല്ലടോ, ഞാൻ ഏതോ ഒരു മാസികയില് വായിച്ചിക്കണ്. അതറ ഇവളെ പ്രശ്നം ഇപ്പൊ മാസികം പൂസിക്കും ഒന്നല്ല. പിന്നെപ്പോ എന്താ പ്രശ്നം? മുമ്പൊക്കെ ഈ സിനിമ ഒന്ന് കാണണ്ടടോ. ഈ അങ്ങാടി സിനിമയിലെ ചൈനീസ് സിനിമയൊക്കെ കാണാൻ പെരുത്ത പൂതിണ്ട്. പറ്റെങ്കില് തൊട്ട് വേണ്ടേ? പൈസ ഇല്ലല്ലേ കാതറേ? അതല്ല ചെങ്ങായി നമ്മള് പറഞ്ഞ്, നമ്മളെ കയ്യില് പൈസ ഇല്ലല്ലോ കാതറേ. എന്തെങ്കിലും ഒന്ന് പറയണോ? നിക്ക്, ഞാനൊന്ന് ആലോചിക്കട്ടെ. പൈസ വേണം. അല്ലടോ, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന പൈസ കിട്ടോ? ഓ നിക്ക് കാതറ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചന എടച്ച് എന്തെങ്കിലും പറയണ. എത്തണി ഇങ്ങോട്ട് വന്ന ഇങ്ങോട്ട് വാ. ചിടുവാ ചിടുവാ. നടക്കൂട്ടോ ആ പ്രശ്നവും. അത് നടക്കൂലേ? അത് നടക്കൂല. എന്റെ പൊന്നാര കാതറ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞേക്ക്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. പ്രാന്തലാക്കണോ കാതറേ? അനക്ക് സിനിമ കാണണോ? സിനിമ കാണണോ? ഇന്നാലേ ഇന്നാഴ്ച ഞാൻ പറഞ്ഞത് കേക്കണം. ഞാനൊന്ന് ആലോചിക്കട്ടെ. കാതറേ, ഇങ്ങനെ ആലോചിച്ച് നിന്നാ സിനിമക്ക് പോകാൻ കഴിയൂല. ഒന്ന് വെറുപ്പിക്കല്ല കൃഷ്ണ. ഒന്ന് ചെല്ല് കാതറേ. പൊയ്ക്കോ. ഞാൻ പോകാണേ. വേഗം പൊയ്ക്കട്ടോ. പൊയ്ക്കണോ? ചെല്ല് കാതറേ. പൊയ്ക്കോളോ. ഓ പൈസ തരൂല. ആ സാരിക്ക് മാമോട് പോയപ്പോ 10 രൂപ കിട്ടി. ദേവേട്ടന്റെ വീടിനടുത്തുള്ള അണ്ടില് അത് എത്ര റുപ്യ? 2, 3, 4, 5, 6, 7, 8, 9. ബാക്കി പോയി ചായ കുടിക്കാൻ നടത്തി. നമ്മളെ പേടിപ്പിക്കുക. അല്ല ചങ്ങയ്യേ, ഇച്ചെന്നെ പേർപ്പിച്ച് പറഞ്ഞയച്ചിട്ട് ഒന്നും കൊണ്ടുവരാതെ വന്നേ. കാട്ടിയ അണക്കിട്ടേ കാട്ടിയ. ഇത് കുറച്ച് അടക്കാണത്, കുറച്ച് അടക്ക. എന്റെ പൊന്നാര കാതറ, ഇതുകൊണ്ട് എങ്ങനെ സിനിമ കാണലേ? വെച്ച് കൊണ്ടുവന്നെടുത്ത അവിടെ നിക്ക്. ഇപ്പൊ കാച്ചറ ഇങ്ങോട്ട് നോക്കടാ. ആയക്കുല ഇമ്പക്കെ സിനിമയും കാണാ, പാൽ
വരുമ്പോ ഒരു ചായയും കുടിക്കാം. അല്ലടോ എന്റെ വാപ്പ കണ്ടില്ല? മൂപ്പര് നിസ്കരിക്കാണോ? അല്ല, അപ്പന്റെ ഉമ്മച്ചിയോ? പത്തിരി ചുടുക. എന്താ കറി? ഒലക്ക. ഒലക്കനി എന്നാലേ നല്ലോണം ചെറുതാക്കി അങ്ങോട്ട് മുറിച്ചിട്ടേ തേങ്ങ വറുത്തരച്ച് കറി വെക്കാൻ പറയാം എന്റെ ഉമ്മച്ചിനോട്. നല്ല രസം ഉണ്ടാവും. മക്കളെ നിക്കലട്ടെ കൃഷ്ണ, ഇത് നമ്മൾ ഒപ്പിക്കാൻ പറ്റ പാടെ എനിക്കിന്റെ പഠിത്തം മാത്രമേ അറിയുള്ളൂ. അല്ല പിന്നെ എനിക്ക് പിന്നെ നല്ല സുഖനി. എന്താടോ? ഞാനേ രാവിലെ തന്നെ നീച്ചിട്ടേ മാവിന്റെ ഇലയും പൊട്ടിച്ച് പല്ല് തേക്കാനിട്ട് ഇറങ്ങിയതാ. അപ്പണ്ട് മുന്നിൽ ഒരാളിങ്ങനെ വന്ന് നിക്കണ്. ആരാ? ആരാന്ന് പറയണോ? ഇല്ലിക്കാവില് ഭഗവതി സർവാഭരണ വിഭൂഷിതയായി അങ്ങനെ നിൽക്കുക. കയ്യിലൊരു വാഴക്കൊലയും. എന്നിട്ട് ഇന്നോട് പറയാ, എന്താ പറഞ്ഞേ? കൃഷ്ണ, ഇച്ചേ ഈ വാഴക്കൊല കൊണ്ടുപോയി വിറ്റിട്ടേ അന്റെ ചെങ്ങായി കാതറിനെയും കൂട്ടിട്ടേ ജയന്റെ സിനിമ കണ്ടാന്ന്. ചെങ്ങായെ, എനിക്ക് വിശ്വാസം വിശ്വസിക്കണ്ട. ബാക്കിയെങ്കിൽ പുച്ഛിക്കാൻ നിൽക്കരുത്. ഓ എന്റെ പൊന്നാര കാതറെ, ഈ ഇങ്ങനെ വിശ്വാസം ആചാരം കെട്ടിപ്പിടിച്ച് നടന്നാലേ സിനിമ കാണാൻ കഴിയൂല. അത് നമ്മക്കറിയുന്ന കാര്യമില്ലേ? ഇത് കൊണ്ടുപോയിട്ട് ഓത്രാക്കന്റെ പീടിയെ കൊടുത്തിട്ട് വേണം സിനിമക്ക് പോകാൻ. അതെന്നെ അയാൾ എന്തെങ്കിലും തന്നാ തന്നെ. അല്ല, നമുക്കൊന്ന് ബോട്ടിൽ പോയാലോ? അതെയോ? അല്ലടോ, ഇതെവിടെ വെക്കുക? ഇമ്പളെ ബോളൊക്കെ ഒളിപ്പിച്ചേക്കണ പറമ്പിന്റെ മടല്ലേ? ഇന്നാണ് നമ്മൾ പന്തോൽപ്പിച്ചെടുത്ത്. അതന്നെ, അവിടെ ഒളിപ്പിച്ചോട്. കൊണ്ടം പോലെ നിൽക്കാതെ ഒന്ന് നോക്കി. ഞാൻ നോക്കുണ്ടോ? നമ്മളൊന്ന് വീട്ടിൽ പോയരാ. പിന്നെ ഇജ്ജ് വരുമ്പോ ചൂട്ടെടുത്തട്ടോ. അല്ലേ, തീപ്പെട്ടി എടുത്തോണ്ടിട്ടോ. തീപ്പെട്ടി ഞാടുത്തോണ്ട് വരുമ്പോ തൊപ്പി ഊരിച്ചാട്ടോ. ആ ചെങ്ങായി സിനിമയ്ക്ക് പോകണം. ഞാനേ അങ്ങാടി പോയിട്ട് വരട്ടോ. ഇങ്ങോട്ട് പോരിട്ടാ. ആയിക്കോട്ടെ. എന്നാ വെറുതെ ചീത്ത കേക്കേ. ആയിക്കോട്ടെ. എന്താണ് കാതറെ? നമ്മള് കലാസമിതിന്റെ പരിപാടി കണ്ടിട്ട് വരട്ടോ. ബാങ്ക് കൊടുക്കണേന് മുന്നേ പേരേന്റെ ഔത്തുക്ക് ഇങ്ങോട്ട് വന്നട്ടാ. അതാണ് നല്ലത്. അല്ല കൃഷ്ണ, എന്തോട് അങ്ങാടിന്റെ കാര്യം പറഞ്ഞേ? അതോ, ഞാൻ എന്റെ അമ്മേനോട് സത്യം പറയുള്ളൂ. അല്ല, മുന്തിയ സാധനമാണല്ലോ ചീ. സാധനം എടുത്തോട്. ഏടാതൊരു പൂച്ച പോയതാണോ? മക്കളൊക്കെ എന്താ പുറത്തുനിന്ന് വരുന്നത്? അല്ല കൃഷ്ണ, ഈ പോസ്റ്റർ ആ സീമല്ലല്ലോ കാണുന്നേ. അതെന്നെയാണ്
അല്ല ചെങ്ങയാളോട് നോക്കി അത് തന്നെയാണല്ലോ. നമ്മൾ നന്നാണ് കണ്ട പോസ്റ്റർ അതല്ലോ. ചെങ്ങൈമാരെ തൊള്ളിയും കാട്ടി വെള്ളക്കാതെ പോട കണ്ട നോക്കിയടാ. പൈസ ഉണ്ടെങ്കിൽ കായും ഉണ്ടാവില്ല. ഓരോന്ന് ഇറങ്ങിക്കും. ടിക്കറ്റ് എവിടെയാ? രണ്ടാളുണ്ടാ. ഏതോ ഒറ്റ നെറ്റ് വാങ്ങാവറേ. അല്ല മോനെ എങ്ങട്ടാ ഈ ചൂട്ടായിട്ട് ഇതിനുള്ള തറകളി എടുക്കണ്ട്. അങ്ങനെ ഇട്ട് മാറ്റിയപ്പോഴേ ആരും കൊണ്ടുപോകില്ലോ. ഉണ്ടാവില്ലല്ലോ. വേറെ കയറി 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 ടിക്കറ്റ് അടിക്കണ്ട. ശരി. ഒന്ന് ആ രണ്ട് വേഗം നടക്ക്. ആ രണ്ടര വേഗം മൂന്ന് നടക്കടാ. വേഗം 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 ഒന്നാം പോ വേഗം തരി, വേഗം തരി. ഇതാണ് തിരക്ക്. ഇന്റെ ടിക്കറ്റ്. വേറെ നമ്മളൊന്ന് കാണിച്ചു. അല്ല അന്ന മൂട്ടടിച്ചിട്ടാ. അതെന്താ അറിയാ അടിയിൽ കൊടുക്കാനിട്ടാ. കുണ്ടിക്കൊരു മൂട്ടടിച്ചട എമ്മാര് സുഖ. അതുണ്ടാവും. അത് നോക്കിക്കഞ്ഞി അവിടെ നടന്നിട്ടാ. ഇപ്പത്തെ സമയത്തിനറി നടന്നോട് കിസ് അങ്ങോട്ട്. കൊറേ നേരം വൈകിട്ടോ. ഞാനായിട്ട് വരാം. ചൂട്ടപ്പക്കടിയാ. വാ കൃഷ്ണ. അല്ല കൃഷ്ണ ആ ജയന്റെ രാപ്പിനെ സോദരേ, we are not brothers, we are trolling bullets. അല്ല ചെങ്ങയ്യേ ഇതൊക്കെ എപ്പോഴാ പഠിച്ചേ? ഇതൊക്കെ ജയം പറഞ്ഞതാണോ? ഞാൻ ജയന്റെ കയ്യിലപ്പോ അണ്ണം കണ്ടില്ല. ഇതേമാരുണ്ട്. ഇവിടെ പോര് ഏടാ ചെങ്ങയെ ചൂട്ട് കെട്ടണോ. ഓ കാതറേ, അത് കെടിച്ചോ. ഞാൻ തീയപ്പടി എടുത്താ. എനിക്കുണ്ടെങ്കി നിക്കി കാതറേ, തീപ്പെട്ടിണ്ട് ഒരൊറ്റ കൊള്ളുള്ളൂ ട്ടോ. ചൊരുക്ക ഉള്ളിലുള്ള തീപ്പൊട്ടി എടുത്ത് കത്തിച്ചൂടെ കിട്ടി. ഓ അത് കേട്ടല്ലോ കൃഷ്ണ. ഏടോ ചെങ്ങായോ ചെയ്യ കാതറേ, അമ്മയോടെ ചീത്തി പറയും. ചെറിയ മിലാവുണ്ട്. നമുക്ക് ആ മിലാത്ത് നടന്നിട്ട് പോവാ. പോന്നാ ചെയ്യും. എന്താണോ അതെ പിന്നെ ആ പ്ലാവുണ്ട് ജി, അതിന്റെ മുകളിലാ കഴിഞ്ഞ ആഴ്ച കാണാനായിട്ട് തൂങ്ങിരിച്ചേ. ചെങ്ങയ്യ നമ്മളെ പേടിപ്പിക്കില്ല. എഴുതിയ കാതറെ പോവുക. ഇമ്പളെന്താണ് ചൂണ്ടിടാൻ പോയില്ലേ? ആ പർവ്വത്ത് കൂടെ പോമുക്ക്. അതിനവിടെ കാതറൊക്കെ വെയില് കെട്ടില്ലേ? ഞാൻ അതിന്റെ അപ്പുറത്തൊരു സീമൊക്കെ നിൽക്കണ കണ്ടിക്കണച്ചി.
അതിന്റെ മോൾ കൂടെ ചാടി മറിഞ്ഞാണ്ട് പോവാ. അവിടെ എത്തിയ പാമ്പുണ്ടാവും. അവിടെ വായിക്കുലിക്ക് പോന്ന ചീ. കാതറേ, എന്താണോ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ? അതിന് തന്നെ നിച്ചറമ്മന്റെ പ്രേതം ഇറങ്ങുന്ന ദിവസമാണ്. കൃഷ്ണ കാതറേ, കാതറേ, പോതാ കൃഷ്ണ, കുറച്ചും കൂടി നടക്കാനുള്ളൂ. നിന്നെ കൊണ്ട് കഴിയൂല കാതറ. അവിടെ ഇരിക്കാൻ നിൽക്കുക. സമയം നേരം വൈകിട്ട് കൃഷ്ണ, ഇങ്ങോട്ട് വാ. ഇന്നൊന്ന് അവരാക്കിയോ? ഓരോ വണ്ടിയും വരും. ഇങ്ങോട്ട് പോതാ ചീ. അല്ല കൃഷ്ണ, എന്റെ വീട്ടില് വെളിച്ചുണ്ടല്ലോ. ഓ, ഈ പണ്ടാർക്കാരെ ഉറങ്ങില്ലേ? ആരാടോ? നിന്റെ അച്ഛനടോ. അല്ല, ഇനിയിപ്പോ നമ്മൾ ഒറ്റയ്ക്ക് പോണല്ലേ? എന്താണ് കൃഷ്ണ, അനക്കെന്താ പ്രാന്തായ? അല്ലടോ, പോയി കിടന്നൊരുക്കിട്ട കൃഷ്ണച്ചി. എവിടെ പാതിരാത്രി അടിക്കണോ? വിട്ട് കിട്ടി കൃഷ്ണ, പോയി ഉറങ്ങിക്കണോ? ഈ പ്രസിഡന്റ് അപ്പോഴാണ് വരിക. ഇതെങ്കിലും നേരത്തെ വരില്ല. തീരെ സ്വഭാവം അത്. സമയത്തിന് വരില്ല. മെമ്പർ വന്നില്ലേ? അങ്ങനെ കാത്തിക്കാനുള്ള സമയമൊന്നുമില്ല. നമസ്കാരം ഉണ്ട് ട്ടോ. മെമ്പറെ, ഇതല്ലേ? കാണാത്തവരൊക്കെ എന്ത് കാണുണ്ടല്ലോ. ഇവിടെ പഞ്ചായത്ത് ഇലക്ഷന് തീയതി വന്നത് എല്ലാരും അറിഞ്ഞിട്ടുണ്ടല്ലോ. ഈ 28-ന് മുമ്പ് സ്ഥാനാർത്ഥിയുടെ പേര് വെക്ക് കൊടുക്കണം. ഇപ്രാവശ്യം ഭരണം കിട്ടണമെങ്കില് ജനസമ്മതനാരാ വെച്ചാല് നടക്കുള്ളൂ. അയാളെ കണ്ടിട്ട് ഇപ്രാവശ്യം ആൾക്കാർ മുമ്പൊക്കെ വോട്ട് വെക്കുള്ളൂ. അല്ലാതെ ഭരണനേട്ടം കണ്ടാരും കുത്തൂലല്ലേ പ്രസിഡന്റ്? അവിടെ ഇരിക്കുക, വർത്താനം വരല്ലേ. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, നിങ്ങളെല്ലാരും ആവും പോലെ പറ്റിയില്ലേ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ ആദ്യം ഒരു സ്ഥാനാർത്ഥിനെ പറയട്ടോ. സ്ഥാനാർത്ഥിനെ കാത്തിന് കൊള്ളാം, പക്ഷെ നമ്മ കൂടെ നിൽക്കുന്ന ആളാവും. ഓ, ഇനി നന്നാവാൻ തീരുമാനിച്ചില്ലേ നിങ്ങള്? നിങ്ങൾ അവിടെ ഇരിക്കും മെമ്പറെ. ആദ്യം നമുക്ക് ഈ ഭരണം എങ്ങനെ പിടിക്കാൻ പറ്റുന്ന ആലോചിക്കും. അതിനെ നിങ്ങളൊരു സ്ഥാനാർത്ഥിന്റെ പേര് വരും, ബാക്കി കാര്യം നമുക്ക് പിന്നെ പറയട്ടോ. പ്രസിഡന്റ്, ആ എനിക്കൊരു അഭിപ്രായം. പറയും. നമുക്ക് നമ്മുടെ കൃഷ്ണേട്ടൻ അയാളിന്ന് പോയി കണ്ടാലും എല്ലാവർക്കും സമ്മതന. അത് ശരിയുള്ള കാര്യമാണ്. കൃഷ്ണേട്ടൻ ഓക്കെയാണ്. മൂപ്പര ചങ്ങായി ഉണ്ടല്ലോ കാതർക്ക, മൂപ്പരാകുമ്പോ ഓരോ കൂട്ടര വോട്ടും കൂടി ഇമ്പക്ക് കിട്ടും. ഓ, നിങ്ങളൊക്കെ പറയുന്ന കേട്ടാ ഒരു രണ്ടാളും സമ്മതം മൂളി വരിക. നിങ്ങൾക്ക് അറിയില്ല അവരെ സ്വഭാവം. ആദ്യം പ്രസിഡന്റ് പോയി സംസാരിക്കട്ടെ, എന്നാലും തീരുമാനിക്കാം നമുക്ക് കാര്യങ്ങൾ. മെമ്പറെ, നിങ്ങളോട് ഇരിക്കും. ഞാൻ ഓരോ രണ്ടാളെയും കൂട്ടി കാണാം. എന്നിട്ട് നമുക്ക് നാളെ ഒന്നുകൂടി ഇരിക്കാം. അതിന് തീരുമാനമാക്കിയാ പോരെ? തൽക്കാലം നമുക്ക് ഇപ്പത്തേക്ക് പിരിയാം. നാളെ എല്ലാവരും സമയത്ത് വരും കേട്ടോ. മെമ്പറെ, നിങ്ങൾ വരും, കുറച്ച് കാര്യം തീരുമാനിക്കാം കേട്ടോ. നാളെ എല്ലാവരും സമയത്ത്
അല്ലാ. മൈമുന, മൈമുന, സുബഹ നിസ്കാരം കഴിഞ്ഞ ഉമ്മർത്തൊരു കട്ടം പതിവാണല്ലോ. നോ നേരെ പോയി ആ കുരിപ്പാ കടക്കപ്പായി എണീച്ചില്ലേ? മൈമു, മൈമുന. ഓ കൊള്ളട്ട് അങ്ങോട്ട് കീറണ്ട, ഞമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. ഇതാ വരുന്നേ. അല്ല ഈടെ കുത്തിരിക്ക ഞങ്ങള് തെക്കണ കട്ടൻ ചായ. ഇന്നാളൊക്കെ എന്താ പറ്റിയ മൈമോ? നിസ്കാരം കഴിഞ്ഞ ഇനിയും കാത്തൊരു ഉമ്മർത്ത് കട്ടപ്പതിവുകളല്ലേ? ഓ അതെ, നീക്കാത്തിരി ബൈക്കിൽ പോയി. ഇന്നലെ രാത്രി തീരെ ഉറക്കം കിട്ടിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞടന്നിട്ടേ പേലച്ചയ്ക്കാ ഒന്ന് കണ്ണടച്ചേ. എന്റെ പടച്ചോനെ, കടക്കപ്പായ കണ്ടാലേ മൂരിക്കുട്ടികളെ പോലെ കൂർക്കം വലിച്ചുറങ്ങണോളാ ഓള്. എന്നിട്ട് ഓ കോറക്കാൻ കിട്ടില്ല. അല്ല മൈമോ, വല്ല സ്വപ്നം കണ്ട? അതൊന്നുമല്ല. ഇന്നലെ നമ്മളെ ഫൈസല് വരെ കൊറേ വൈകിക്കണ്. കൊറേ ദിവസമായിട്ട് ഓന് വല്ലാത്തൊരു മാറ്റുണ്ട്. ഇത്ര നേരം എവിടെയാണെന്ന് ചോദിച്ചിട്ടേ ഒന്നും മിണ്ടാതെ മുഖം നനപ്പിച്ചോണ്ട് ഒരു പോക്കേ. കുറച്ച് ദിവസമായി ഞാനും ഓനെ ശ്രദ്ധിക്കുക. ഓന് വല്ലാത്തൊരു മാറ്റുണ്ട്. ഓന്റെ പഴയ കളിയും ചിരിയൊക്കെ ഓന്റെ ഒന്ന് മാനിക്കണേ. ഇജിങ്ങി ഓന്റെ കാര്യം ഓർത്താണ്ട് ഉറക്കം കളയാൻ നിൽക്കണ്ട. ഓന്റെ കാര്യം നമ്മൾ നോക്കിക്കോളാം. അതല്ല, എനിക്ക് വല്ലാത്തൊരു പേടി തോന്നാ. നമ്മളെ പൈസൂന്റെ പെരുമാറ്റം കണ്ടിട്ട്. വേണ്ടാത്തൊന്ന് ആലോചിച്ച് കൂട്ടണ മൈമോ. നമ്മൾ ഇന്നേ വരെ പടച്ചോന് നിരക്കാത്തതൊന്നും ചെയ്തില്ല. അതുകൊണ്ട് പടച്ചോൻ നമ്മളെ കൈവിടൂല മൈമോ. ഇതൊന്ന് സമാധാനം ഇരിക്കി. അല്ല, രണ്ടാളും രാവിലെ തന്നെ കിന്നാരം പറഞ്ഞ് കുത്തിരിക്കല്ലേ? അല്ല പ്രസിഡന്റോ പെരികൾ ഇരിക്കി. അല്ല പ്രസിഡന്റ്, കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് കണ്ടാളങ്ങളെ പിന്നെ ഇപ്പോഴാണെന്ന് കാണണേ. പുന്നാരെ കതർക്കാം. നിങ്ങളെങ്കിലും ഈ രാഷ്ട്രീയക്കാരെ കാണുമ്പോഴാ വർത്താനം ഒന്ന് മാറ്റി പിടിക്കുന്നത്. അല്ല, നമ്മൾ ഒപ്പാറുന്നത് കുഴപ്പമായത്. നിങ്ങൾ ജനങ്ങൾക്ക് നമ്മളോട് എന്തൊക്കെ ദേഷ്യം? നിങ്ങളെ നമ്മളെ ജയിപ്പിച്ചു വിട്ട് നിങ്ങളെ പേരൊന്നും തിരിക്കാനാ? ഈ പഞ്ചായത്തിന്റെ വികസനം അതൊരു തടസ്സമില്ലാണ്ട് നടത്തണ്ടേ? പ്രസിഡന്റ്, നിങ്ങൾ വന്ന കാര്യം പറയും. വികസനമൊക്കെ പിന്നെ പറയാൻ നമുക്ക്. നമ്മളെ പഞ്ചായത്ത് രീതി പ്രഖ്യാപിച്ച് നിങ്ങൾ അറിഞ്ഞില്ലേ? അപ്പോഴേ ഇന്നലെ നമ്മളെ പാർട്ടിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിലെല്ലാ മെമ്പർമാരും നിങ്ങളെ പേരാണ് ഒരു എതിർപ്പില്ലാണ്ട് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ കുത്തിരിക്കി. അതുകൊണ്ട് ഇപ്രാവശ്യം നിങ്ങൾ നമ്മളപ്പുറം നിൽക്കണം. പ്രസിഡന്റ്, നമ്മൾ ഇന്നേ വരെ നിങ്ങളെ മുഖത്തോക്കി മുഖം കറുപ്പിച്ച് ഒരു കാര്യം പറഞ്ഞില്ല. അതിന് നിങ്ങളായിട്ട് ഇടവരുത്തരുത്. നമ്മൾ മത്സരിക്കാനുമില്ല, മന്ത്രിയാവാനുമില്ല. നിങ്ങൾ വേറെ ആളെ നോക്കിക്കോളി. എന്റെ കാതർക്കാം. നിങ്ങൾ വെറുതെ നിന്നാ മതി. ബാക്കിയൊക്കെ നമ്മൾ നോക്കിക്കോളാം. നിങ്ങളെ നല്ലോണം ആലോചിക്കും. നമ്മളെ നാളെ വരണിട്ടോ. നിങ്ങളെ വന്ന വഹിച്ചോണ്ട് പോയിക്കോളി. കാതർക്കാം, നിങ്ങൾ ആലോചിക്കും. നമ്മൾ നാളെ വരണ്ടേ? മൂപ്പര് നമ്മൾ മെമ്പറാക്കാൻ നോക്കുക. പൈസോ ഇന്നലെ ഏടിനു കൊറേ നേരം വൈകിന്ന് പറഞ്ഞു. ഇതൊന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞല്ലോ എന്റെ പച്ചി. ഓ പിന്നെ അതിനിവിടെ നെയ്ച്ചോറും ബീഫ് ഒലത്തിയത് കഴിഞ്ഞല്ലോ എടുത്തു വെച്ചിനി. അല്ല പൈസോ, എനക്കിപ്പോ നമ്മളെ റേഷൻ പീടിന്റെ അരിന്റെ ചോറും മത്തിക്കറിയും പറ്റ കഴിക്കണ. എന്റെ ബാപ്പ, നിങ്ങൾ ജീവിച്ച കാലം നല്ലത്. ഇപ്പൊ ജീവിക്കണല്ലേ പണം വേണം. അതുണ്ടെങ്കിലേ ഈ സമൂഹത്തിൽ നിലയും വരെ ഉണ്ടാവും. അല്ലാണ്ട് ഇങ്ങളെ പോലെ ഇങ്ങനെ അഭിമാനവും സത്യസന്ധയും കെട്ടിപ്പിടിച്ചിരുന്നാലേ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കത്തെ ഉണ്ടാവും. അല്ല പൈസോ, ചെന്തപ്പ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഇത്രയും കാലം ഉള്ളതുകൊണ്ടല്ലേ ജീവിച്ചേ? അതിന് എന്തേലും ഒരു കുഴപ്പം? നന്നായിട്ട് ജീവിക്കാനുള്ള ഒരു വഴിയല്ലേ ആ പ്രസിഡന്റ് ഇങ്ങോട്ട് പറഞ്ഞ്. അപ്പൊ നിങ്ങൾ അയാളെ പുച്ഛിച്ചിറക്കി വിട്ട് നിങ്ങൾ സ്ഥാനാർത്ഥിയായി ജയിക്കുപ്പാ. പൈസോ, ഇതൊക്കെ എന്റെ ഈ പ്രായത്തിന്റെ കുഴപ്പ.
ആ പ്രസിഡന്റിനെ കാണാൻ വന്നത് ഇന്റെ സൗന്ദര്യവും ദാരിദ്ര്യം കണ്ടിട്ടല്ല. ഇപ്പൊ ഇത്രയും കാലം ഉണ്ടാക്കിയ നേരിന് സത്യസന്ധതയ്ക്കൂ ഓരിട്ട വിലയാ. അതിനൊന്നും ഈ പലവർക്ക് വാങ്ങാൻ പറ്റൂല. നമ്മളുള്ള വാർ തന്നെ ജീവിക്കുള്ളൂ. മോനെ പൈസു അല്ല എങ്ങട്ട അത്ര നേരത്തെ? എന്നാ ഈ കട്ടൻ ചായ കുടിച്ചാ, ഇത് കുടിച്ചിട്ട് പോയിക്കുക. ഉച്ചക്ക് ഈ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാം. ഇന്നലത്തെ മീൻകറി ഉണ്ട്. നിങ്ങളൊരു കട്ടൻ ചായ കുടിച്ചാളി. മോനെ പൈസു മോനെ പൈസു എന്താ ദേഷ്യം? എന്താ കാര്യം പറയുന്ന ചൂടാവുന്നെന്തിനാ? ഇല്ല വിടൂല. ദേഷ്യത്തിന്റെ കാര്യം പറ. നീ എവിടെയായിരുന്നു ഇത്രയും ദിവസം? ഞാൻ അബ്ദുലിന്റെ കൂടെ ജോലി അന്വേഷിച്ച് പോയതല്ലേ. അത് എന്നോട് പറഞ്ഞിട്ടാണോ പോയത്? പറയാൻ മറന്നു വെച്ചാണ്ട് പുറത്തേക്കാ. ഇങ്ങനെ ചൂടാവല്ലേ. ഞാൻ എത്ര നേരം കാത്തിരുന്നു അറിയോ? പുറത്തേക്കാൻ പറഞ്ഞില്ലേ? നീ ക്ഷമിക്കെന്നോടൊന്ന്. നീ വീട് നീ ക്ഷമിച്ചു എന്ന് പറയുന്ന വിടാ. ഞാൻ പറയില്ല. എന്നാ ഞാൻ കൈ വിടൂല. എനിക്ക് കൈ വേദനിക്കുന്നുണ്ട്. ആ വേദനിച്ചോട്ടെ, കൈ വിടൂല. നീ വീട്. ഇല്ല വിടൂല. ആരെങ്കിലും കാണോന്ന് വീട് എന്റെ പൈസ. എന്താ വീട്? ഇല്ല വിടൂല. നോക്ക് ആരും വീടുണ്ട്. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. അവര് പോയി. ഞാൻ പറഞ്ഞല്ല നിന്നോട്. എന്താ ചൂടാവുന്നേ? ഇത്രയുള്ളൂ നിന്റെ ധൈര്യം? പറ്റിച്ചതാണല്ലേ?
എന്തായാലും വന്നൊരു ഉമ്മ തന്നിട്ട് എടാ, നീ ഒന്ന് പോ നോക്ക്. ഒറ്റ ഉമ്മ. ഒന്ന് പോ നോക്ക് പൈസ. ആ, ഓക്കേ, പോവാം. നീ പോ. ഒരു ഉമ്മ തന്നൂടെ അയ്യോ, ഒന്ന് പോ നോക്കിട്ട്. ഒറ്റ ഒന്ന് എടാ, നീ ഒന്ന് പോ. വെള്ളം കൊടുത്തോ നിങ്ങള് പറഞ്ഞിട്ടാന്നല്ലേ ഞാൻ വെള്ളം കൊടുക്കല്. നിങ്ങള് പോയിട്ടേ ഓളുണ്ട് അവിടെ, ഓളോട് ചായ എടുത്ത് തരാൻ പറയേ. പോയിക്കോടെ. ആ പൈക്കുട്ടി പാല് കുടിച്ചു കഴിഞ്ഞാലേ അതിനാണ് മാറ്റി കിടത്തിക്കാട്ടോ. ഞാൻ കെട്ടിക്കൊണ്ട് മോളെ മോളെ ലക്ഷ്മി. ഓ നേരം നട്ടുച്ചേ ഈ പെണ്ണ് തരം എഴുന്നേറ്റില്ലേ മോളെ. ശ്ശോ, എന്റെ അച്ഛാ, ആ, എവിടെയാ നീ കിടക്കാനിയോ? ഞാൻ ഉറങ്ങുന്നല്ലേ നീ? പിന്നെ വെറുതെ ഓരോന്ന് ആലോചിച്ചിരുന്നു പോയതാ. ആ അച്ഛന്റെ മൂക്കേ ഇപ്പം ആലോചന ഇത്തിരി കൂടുണ്ടോന്നൊരു സംശയം. അച്ഛാ, പിന്നില്ലേ എന്താണ്? അച്ഛനെ തിരക്കി ആ പ്രസിഡന്റ് വന്നിനി. പ്രസിഡന്റോ? ആ, ഞാൻ അച്ഛൻ രാവിലെ പാലുകൊണ്ട് കൊടുക്കാൻ പോയിന്നാ പറഞ്ഞേ. ഇന്നാലേ ഇനി വന്നാലേ അച്ഛൻ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞേക്ക്. ഓ, തെരഞ്ഞെടുപ്പൊക്കെ അല്ലേ, എന്തെങ്കിലും പിരിവിനാ മറ്റാവും. ആ കാദറിന്റെ വിളിയല്ല കേട്ടത്. ഓ, കാദറേ, വാ, കേറി ഇരിക്ക്. ഞാനേ ഇപ്പൊ ഒന്ന് വന്നിട്ടുള്ളൂ. ഈ ഷർട്ടൊക്കെ ഒന്ന് മാറ്റിക്കാട്ടോ മോളെ. കാതർപ്പാ, എന്താ മോളെ? കാതർപ്പാ, ഞാൻ ഇങ്ങക്ക് നല്ലൊരു സുലൈമാനി എടുക്കട്ടെ? അയ്യോ, മോള് പോയി ഒരു കട്ടൻ ചായ എടുത്തോ. നിങ്ങളെന്നെ കളിയാക്കിയതാലേ? നോക്കിക്കോ, ഒരു ഈസം ഒരു കിടിലൻ സുലൈമാനി ഞാൻ എന്റെ കൈകൊണ്ട് ഉണ്ടാക്കി തരും. അതെന്റെ കാതർപ്പ കുടിക്കുകയും ചെയ്യും. അപ്പൊ നിങ്ങള് ഞെട്ടും. നോക്കിക്കോ. കാതറേ, എവിടുന്നാ വരുന്നത്? അല്ലടോ, ഇതെന്താ എന്റെ കവറില്? അത് കുറച്ച പാളാ നമ്മളാ പാടത്ത് പോയതേനു. മഴ തൂങ്ങിക്കണപ്പോഴേ ഇങ്ങോട്ട് പോന്ന് കായ് കൊടുത്ത് വിഷം വാങ്ങി കഴിക്കേണ്ട വെച്ചിട്ട് കുറച്ച് വണ്ട്, കുറച്ച് ചീര്, കുറച്ച് പയറ് നമ്മൾ നട്ടിനു. അതേതായാലും നന്നായിടോ. അതിപ്പോ ഈ മഴയത്ത് ചീഞ്ഞു പോണ മാതിരിയാ കാണുന്നേ. കഴിഞ്ഞ കൊല്ലം പീടിയെന്ന് പച്ചക്കറി ഒന്നും വാങ്ങേണ്ടി വന്നിട്ടില്ല. ആ, കാതർക്കാന്റെ പച്ചക്കറി കഴിഞ്ഞ ഇവിടെ കറിക്കും ഉപ്പേരിക്കും ഒക്കെ. ഇക്കൊല്ലത്തിൽ പോവുകയാണെങ്കിൽ അതൊന്നും കിട്ടൂലെന്ന് തോന്നുന്നുണ്ടല്ലേ കാതർക്ക? ആ, എങ്ങനെ ഉണ്ടാകാനാ? കാലം തെറ്റിയ മഴയും ചുട്ടുപൊള്ളുന്ന വേനലും. എങ്ങട്ടാ ഈ കാലത്തിന്റെ പോക്ക്? അല്ല കൃഷ്ണ, അന്ന തിരക്കി ആ പ്രസിഡന്റ് വന്നിനോ? ആ മോള് പറഞ്ഞ് ഇവിടെയും വന്നിരുന്നെന്ന്. നമ്മളടുത്ത് വന്നപ്പോ നമ്മൾ നല്ല കൊടുത്തിക്കണേ. ഓളൊരു തെരഞ്ഞെടുപ്പോ ഭരണം ഓലക്കന്റെ മൂട്. കാതറേ, തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാലേ അത് ജനാധിപത്യത്തിന്റെ ഒരു ഉത്സവ. അന്നേരം അങ്ങാടിക്കൊക്കെ ഇളക്ക. രാത്രിയിൽ ചൂട്ടും കത്തിച്ചുള്ള ജാതിയും നേരം വെളുത്ത മയക്ക് കെട്ടുള്ള വിളിച്ചു പറിച്ചിലും. അത് വരുമ്പോൾ മോത്തക്ക് പോലും നോക്കാത്തവർക്ക് അന്നേരം ഒരു പ്രത്യേക തരം ചിരിയ. അപ്പൊ എന്തൊക്കെ ഒരു വില ഉണ്ടെന്നൊരു തോന്നലാ കൃഷ്ണ. അല്ലടോ, ഈ എന്താ മൂപ്പരോട് പറഞ്ഞത്? ഞാൻ മൂപ്പരോട് പറഞ്ഞേ ഈ മന്ത്രി ആവാനും പ്രസിഡന്റ് ആവാനൊക്കെ
പൂതിയുള്ള കൊറേ ആൾക്കാരുണ്ടാവും. നിങ്ങൾ ഓനെ നോക്കിക്കോളി, നമ്മളതിന് കിട്ടുകയെന്ന് പറഞ്ഞ്. അതേതായാലും നന്നായിടൂ. ഇമ്പക്ക് അതൊന്നും വേണ്ടടോ. ഈ നാടിനും ഈ നാട്ടുകാരും സ്നേഹിച്ചുകൊണ്ട് ഇമ്പക്ക് അങ്ങനെ കഴിയാം. നല്ല ഇടിമണിയാണല്ലോ. ഒന്ന് മെല്ലെ വലിക്കും അമ്മേ. അവിടെ നിൽക്കും മോളെ. അല്ല പേപ്പർ വായിച്ചോളൂ. ഹൃദയം നിൽക്കണ്ട. വെള്ളം കുടിച്ചിട്ട് വരാം. അവിടെ നിൽക്കും. ഇപ്പൊ പോകാം. അമ്മേ. അല്ല കൃഷ്ണേട്ടാ, അല്ല പ്രേമേട്ട, നിങ്ങൾ ഈ ബൈക്കിലാ കിടക്കണത്. അവിടെ എണീച്ചടി. ഏത് സമയം മൂപ്പർക്ക് കറുത്തം തന്നെ ഉള്ളൂ. ഭക്ഷണം കിടത്തോ അത് മാത്രമേ ഉള്ളൂ. വിചാരം പാപ്പ എവിടെയാ പോയിക്കേ? നമ്മളാ മെമ്പറെ തെരഞ്ഞു പോയതേനു. പിന്നെ ഈ കവർ എടുക്കണേ. അല്ല ലക്ഷ്മി കുട്ടിയെ, ഈ ചെറിയ കുട്ടികളെ കൂടുതൽ കളിച്ചു തിരിക്കുക. അവർക്ക് വേറെ ഒരു പണിയില്ലേ? ഓളവിടുന്ന് കളിച്ചോട്ടെ. ഒന്ന് ഇങ്ങോട്ട് വരും. നിങ്ങളെ മൂപ്പര് കൊറേ നേരമായി ആ ഇന്ന് ഇരിപ്പിരിക്കുന്നു. ഞങ്ങള് ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല. നിങ്ങളൊന്നും ചോദിച്ചു നോക്കി. എന്താണ് അങ്ങനെ ആലോചിച്ചിരിക്കണേ? എങ്ങനെയാ കാതറെ ആലോചിക്കാണ്ടിരിക്ക? ഇതൊക്കെ വേണ്ടപ്പെട്ടവരൊക്കെ പോയില്ല. ഇമ്മളെ നാടും വീടും മണ്ണും സർവം ഒലിച്ചു പോയില്ല കാതറ. ഇങ്ങനെ വേണ്ടാത്തൊന്നും വെറുതെ ആലോചിച്ച് കൂട്ടല്ല. ഇമ്മളെ മാത്രം എന്തിനാ കാതറ ബാക്കി വെച്ചത്? ഇജ്ജ് ഇവിടെ ഇരുന്ന പ്രേമേട്ടാ, ഇത് കണ്ടോ? പുഴയിലെ ശവങ്ങൾ ഇങ്ങനെ ഒഴുകി നടക്കുക. എന്തിനും പോകുന്ന ഒരുപാട് ചെറുപ്പക്കാർ പുറത്തുള്ളത് കൊണ്ടാ നമ്മൾ ഇങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകുന്നത്. എടാ, നമ്മുടെ ജോസഫും കൂട്ടരും ഇപ്പോഴും മണ്ണിന്റെ അടിയിലാണടാ. നമുക്കൊരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ലേ പ്രസിഡന്റ്? നമുക്ക് വിധിച്ചതല്ലേ, നമുക്ക് കിട്ടും. നമ്മൾ അതിജീവിക്കും. ഓന്റെ വിളി കേട്ടാ തോന്നുന്നു ഓർലിക്സ് കളിക്കൊണ്ടിരാണ്. പാപ്പക്ക് ചായ ഉണ്ടേ? ചായക്കടക്കാരാ, നിങ്ങളുടെ ചായയില് മധുരമില്ല. ചായക്കടക്കാരാ, നിങ്ങളുടെ ചായയില് മധുരമില്ല. വെള്ളത്തിന് ചൂടുമില്ല, ചായ കൊടുക്കുകയില്ല, പഞ്ചസാര ലേശമില്ല, പൈസ ഞാൻ തരില്ല. ചായക്കടക്കാരാ, നിങ്ങളുടെ ചായയില് മധുരമില്ല, വെള്ളത്തിന് ചൂടുമില്ല, ചായ കൊടുക്കുകയില്ല, പഞ്ചസാര ലേശമില്ല, പൈസ ഞാൻ തരില്ല. ചായക്കടക്കാരാ, നിങ്ങളുടെ ചായയില് മധുരമില്ല, വെള്ളത്തിന് ചൂടുമില്ല, ചായ കൊടുക്കുകയില്ല, പഞ്ചസാര ലേശമില്ല. ഓ
ക്യാമ്പ് തുടങ്ങിയേരം പോയതാണ് പിന്നെ എപ്പോഴാ വരുന്നത് നമ്മളെ മെമ്പർക്ക് 100 തിരക്കുണ്ട്. നിങ്ങൾ വെറുതെ പറഞ്ഞിട്ട് കാര്യം മെമ്പർ താങ്ങണ്ടട്ടാ എല്ലാവർക്കും സുഖല്ലേ? ചാടിക്കട്ടെ. അയ്യോ വേണ്ടായേ, ഞാൻ കുടിച്ചതേ. ഓ നമ്മളെ ചായ ഒന്നും മെമ്പർക്ക് മെമ്പറെ നിങ്ങളെ കാണാൻ കിട്ടില്ലട്ടോ. തിരക്കല്ലേ? ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആഹാ. അല്ല കൃഷ്ണേട്ടാ, സുഖല്ലേ? ഓ പരമസുഖം. കാതൊക്ക എന്തൊക്കെയുണ്ട്? നല്ലത് മോളെ. സോപ്പും പൊടി ഒക്കെ കൊടുത്തയച്ചിരുന്നല്ലോ, കിട്ടിയില്ലേ? നല്ലോണം തേച്ച് വരച്ച് കുളിച്ചോളിട്ടാ. ഇപ്പൊ കുളിക്കാൻ തന്നെ പോരാ പറഞ്ഞത്. പിന്നെ എല്ലാരും വന്ന് പുഴുക്ക് കഴിച്ചോളി. ഇന്നും പുഴുക്കന്നെയാ മോളെ. കാതൊക്ക ഇന്നലെ എന്തേനു? ഇന്നലെ ബിരിയാണി അല്ലേനോ? ഇന്നലെ ക്യാമ്പില് ബിരിയാണി അപ്പൊ മിഞ്ഞാന്ന് എന്തേനു? പിഞ്ഞാന്ന് നെയ്ച്ചോറും കൊയ്യും. എന്നാലേ ഇന്ന് നമുക്ക് വെറൈറ്റി പുഴുക്കാക്കാം. അത് ശരി. പുഴുക്ക് നമ്മളെ ദേശീയ ഭക്ഷണല്ലേ? തൊട്ട് കൂട്ടാനും ഉണ്ടല്ലോ. നല്ല തേങ്ങ ചുറ്റാത്ത ചമ്മന്തിലേക്ക് ലേശം പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് അങ്ങനെ തൊട്ട് കൂട്ടാൻ കുട്ടിക്കോട്ടെ നമുക്ക് വേണ്ട. വേഗം വന്ന് കഴിച്ചോളൂ. പിന്നെ കിട്ടിയത് വന്ന് കഴിക്കാം. ആഹാ, മുണ്ടോ? അതിലൊരെണ്ണം എനിക്ക് ഞാൻ ഇങ്ങോട്ട് എത്തും. അതെ, നമ്മളെ നാരായണേട്ടനെ ക്യാമ്പിൽ വരുമ്പോ ട്രൗസർ ഇട്ടാ വന്നത്. നിങ്ങളത് കൊണ്ടുപോകാൻ മൂപ്പർക്ക് കൊടുക്കാനാ. കൃഷ്ണ ആ ഉണ്ട് പോയടാ. ഇത് ഞാൻ എന്തായാലും കൊണ്ടുപോകും. ആയിരക്കണക്കിന് മുണ്ട ക്യാമ്പിൽ വരാനുള്ളത്. അതിലൊരെണ്ണം എടുത്ത് ഞാൻ ആൾക്കാർ തരണ്ടേ? ഓക്കെ അതിന്റെ വില അറിയിട്ടോ. അല്ലെങ്കിലും ഇമ്പക്ക് എന്തിനാണ് 2 മുണ്ട്? ഇമ്പക്ക് 1 മുണ്ട് പോരെ. അല്ല പറഞ്ഞതാണ്. ആ പിന്നെ തൊട്ട് കൂടുന്ന കാര്യം പറഞ്ഞപ്പോഴാ ഓർമ്മ വന്നത്. നമ്മുടെ കൃഷ്ണേട്ടന്റെ മോളെ ലക്ഷ്മിയും കാർത്തിക്കാന്റെ മോൻ ഫൈസലും കൂടെ അവിടുന്ന് തൊട്ടുകൂടി കളിക്കുന്നത് കണ്ടോ? കൃഷ്ണ പോന്നാ എന്താ പറഞ്ഞത്? വാ കൃഷ്ണ ചോദിക്കട്ടത്. നമുക്ക് ചോദിക്കാം. നമ്മളെ മക്കളെ മനസ്സിന് അങ്ങനെ ഒരു പൂതി ഉണ്ടെങ്കില് നമുക്ക് നടത്തി കൊടുത്തോളെ കൃഷ്ണ. കൃഷ്ണ എന്റെ ഉള്ളില് എന്നാണ് ഈ ജാതി മതമൊക്കെ ഉണ്ടായത്? ജാതി മതം കാതറെ ഇമ്പളുള്ളില് എങ്ങനെയാണ് ആ ജാതി മതം ഉണ്ടായത്? ഇമ്പള് ചങ്ങാതിമാരല്ല കാതറെ. കൃഷ്ണ ഇങ്ങനെ രണ്ടാളും ഇത്രയും കാലം ജാതിയും മതം നോക്കിട്ടാ ജീവിച്ചത്. ഇതുപോലെ നമ്മുടെ മക്കളും സന്തോഷത്തോടു കൂടി ജീവിച്ചോട്ടെ. അതെ, നിങ്ങളെ മാതിരി തന്നെ നമ്മളെ മക്കളും ജീവിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നെ നടത്തി കൊടുക്കടാ. നമുക്ക് നടത്തി കൊടുക്കാം കൃഷ്ണ. അതെ, നടത്തി കൊടുക്കാം.
ഈ തീനി നിൽക്കാതെ പണിയാച്ചി ചെയ്ത് അന്റെ മയ്യത്ത് ഞമ്മളെ മകന്റെ പള്ളിയിൽ കെട്ടില്ല നോക്കിക്കൊണ്ടില്ലേ കൃഷ്ണ ഇത് ചോരക്കളിയാ പരദേവതകൾ അന്തിറങ്ങണ മണ്ണില് തുളസി തറകളിൽ വിളക്ക് വെക്കണ കുട്ടീനെയാ ഈ ആ ചക്കര കൊടുത്ത് അതവർക്ക് നല്ലതാവില്ല കൊത്തിയെന്ന് പണ്ട് നമ്മൾ പറഞ്ഞതാവും നമ്മളെ മക്കളെ പേരില് ഇന്നലെ മക്കളെ കാര്യം നമ്മളല്ലേ തീരുമാനിക്കുക. ഇമ്മളെ മക്കളെ പേരും പറഞ്ഞ് ആരും ഇവിടെ വെട്ടി മാറിക്കണ്ട. ഇമ്മളെ മക്കളെ കാര്യം അത് ഇമ്മള് തീരുമാനിക്കും. ഞങ്ങളെ മക്കളെ കാര്യം അത് ഞങ്ങൾ തീരുമാനിക്കും. നിങ്ങളെ നിലപെടണ്ട. ഇഷ്ടമുള്ള ജീവിക്കൂ. ഓർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചോണ്ട് അതുകൊണ്ട് നടക്കൂല. കൊന്നുമല്ലേ കൊന്നിട്ട് ആഘോഷിക്കുക. സമതിരികള് ഇനി ഒരാട്ടി മുന്നോട്ട് വെച്ച അരിഞ്ഞു കളയും ഞാൻ. വെട്ടവിടെ വെച്ചു പോയിന നാലിന്റെ മക്കളെ മതത്തിന്റെ പേരിൽ മനുഷ്യനെ തമ്മിൽ വേർതിരിക്കുന്ന നിങ്ങൾക്കൊന്നും ആഘോഷിക്കാൻ വിട്ടുതരില്ല ഞാൻ. ഇത് ഞമ്മക്ക് അവകാശപ്പെട്ടതാണ്. വെക്കാനാ പറഞ്ഞത്. വെക്കവിടെ സരസു, ഒരുമിച്ച് ജീവിച്ചവരെ എന്തിനാ തമ്മിൽ വേർതിരിച്ച് കിടത്തുന്നത്? അവരെ ഒരുമിച്ച് ഒരു പായിൽ തന്നെ കിടത്തണം. അതെ, അവർക്ക് എന്തിനാ രണ്ടുമുണ്ട്?
ഒരു മണ്ടു മതി കുതയ്ക്കാൻ. ജീവിച്ചപ്പോഴും നമ്മൾ ഒരുമിച്ച്, മരിച്ചപ്പോഴും നമ്മൾ ഒരുമിച്ചല്ല കാതറെ. ജീവിച്ചിരിക്കുന്നവർ ഇനിയും ജാതിയും മതവും പറയും. വെള്ള പുതച്ചവർക്ക് അറിയില്ലല്ലോ ചോരയുടെ നിറം ചുവപ്പാണെന്ന്. പ്രിയമുള്ളവരെ, വെള്ള പുതച്ചോർ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.